അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാത്ത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈ കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞല്ലോ, കടബാധ്യത സക്കാത്ത് നിർബന്ധമാകുന്നതിന് തടസ്സമല്ല എന്നുള്ളത് എല്ലാ സക്കാത്തിനും ബാധകമല്ല. മറിച്ച് ഫിത്ർ സക്കാത്തിൻ്റെ അവിടെ നിർബന്ധമാകുന്ന രൂപം എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ പകല്, പെരുന്നാളിൻ്റെ രാത്രി തനിക്കും തൻ്റെ ആശ്രിതർക്കും ആവശ്യമാവുന്ന വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, അതുപോലെ സേവകർ, അതുപോലെ അവനുള്ള കടബാധ്യതകൾ അതെല്ലാം മാറ്റി നിർത്തി, അതെല്ലാം ഒഴിച്ചു നിർത്തിയിട്ട് വല്ല ഈ ഒരു സായിനുള്ള ഒരു തുകയോ മറ്റോ അവൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടാകുമ്പോഴാണ് അവന് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത്. അപ്പോൾ അവിടെ രണ്ട് വ്യത്യാസം, സക്കാത്തുൽ ഫിത്റും സക്കാത്തുൽ മാലും. സക്കാത്തുൽ മാലിൽ അവിടെ കടബാധ്യത തടസ്സമായി വരുന്നില്ല, പക്ഷെ സക്കാത്തുൽ ഫിത്റിൽ കടബാധ്യതയെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. പിന്നെ ഒരു ചർച്ച എന്ന് പറയുന്നത്, കടം കൊടുത്ത ആളുകളുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു 10 ലക്ഷം ഒരു ആൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു തരുന്നില്ല എങ്കിൽ നമ്മൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ 10 ലക്ഷത്തിൻ്റെ സക്കാത്ത് നൽകേണ്ടി വരുന്ന സന്ദർഭം വരും. അത് നമുക്ക് നിർബന്ധമാകും. അപ്പോൾ ഇനി ആ വ്യക്തി നമുക്ക് തരാൻ സന്നദ്ധനാണ്, അതുപോലെ നമുക്ക് അദ്ദേഹത്തിന് അത് ലഭിക്കാൻ തടസ്സങ്ങളില്ല എന്ന് വരുമ്പോൾ ആ സമയത്ത് നൽകലും നിർബന്ധമായി വരും. ഏതായാലും ഒരു വർഷം കഴിയുമ്പോൾ സക്കാത്ത് ഓൾറെഡി നിർബന്ധമായി അവിടെ നിൽക്കും. സക്കാത്ത് നൽകാൻ നിർബന്ധമാകുന്നത് പൈസ കിട്ടിയിട്ടുള്ള രൂപത്തിലായിരിക്കും. ഇനി ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മളൊരു പരിചയത്തിലൊരു ബിസിനസിന്റെ ആളുണ്ട്, ആള് സിമെന്റ് ബിസിനസ്സാ. മുമ്പ് ബിസിനസ് നിർത്തി എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞെന്താ വെച്ചാല് ആളുകൾക്ക് കടം കൊടുത്തിട്ട് തിരിച്ചു തരുന്നില്ല. അപ്പൊ ഉള്ള പൈസക്ക് അതിന് സക്കാത്ത് കൊടുത്ത് കഴിയാണ്. ആ പൈസ തിരിച്ചു കിട്ടണമില്ല, അതിന്റെ സക്കാത്ത് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാണ് എന്ന്. അപ്പൊ ഈ പൈസ തീർന്നു പോകില്ല എന്നാണ് സംശയം. ഇങ്ങനെ മറ്റുള്ളവർക്കും ഉണ്ടാവും. ആൾക്കാർക്ക് പൈസ കടം കൊടുത്ത് ആ പൈസ തിരിച്ചു കിട്ടണില്ല. ഇനി അത് 10 വർഷം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ലെങ്കിൽ ആ പൈസ തീർന്നു പോകുമല്ലോ എന്ന്. അപ്പൊ അതിന്റെ വ്യത്യസ്തമായ മറുപടികളുണ്ട്. ഒരു മറുപടി, പൈസ തീർന്നു പോകൂല, സക്കാത്തിന് നിസാബുണ്ട്, ആ നിസാബിന്റെ തൊട്ട് താഴെത്തിയാൽ പിന്നെ അത് അവിടെ ഉണ്ടാവും, അത് പിന്നെ പോകൂല. അതാണ് ഒരു മറുപടി. മറ്റൊന്ന്, ഇത് സക്കാത്തിന്റെ പ്രശ്നമല്ല, ഈ വ്യക്തിയുടെ പ്രശ്നമാണ്. കടം കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കണം. കിട്ടാത്ത ആളുകൾക്ക് കടം കൊടുത്താൽ അത് പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കടം കൊടുക്കുമ്പോൾ ശരീഅത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി വെക്കണം, അതിന് രേഖ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ക്യാഷ് വാങ്ങാം. ഇനി അതല്ലെങ്കിൽ കടം കൊടുക്കുമ്പോൾ പണയം സ്വീകരിക്കുക, ഹലാലായ രീതിയിൽ വല്ല വസ്തുക്കളും പണയം സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സക്കാത്തിന്റെ ക്യാഷായിട്ട് ഇതിങ്ങനെ തീർന്നു പോകുമല്ലോ എന്നുള്ള പേടിയില്ല. നമ്മളൊരു 5 വർഷത്തേക്കാണ് കടം കൊടുത്തതെങ്കിൽ 5 വർഷം നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് ആദ്യം അറിയില്ല 5 വർഷമാണെന്നുള്ളത്. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം പണയമായി തന്ന കാറാണെങ്കിൽ ആ കാർ നമുക്ക് വിറ്റിട്ട് അതിന്റെ ക്യാഷ് നമുക്ക് എടുക്കാം. അപ്പോൾ അവിടെ റിസ്ക് ഉണ്ട്, പക്ഷെ അത് കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ഇങ്ങനെ കാൽക്കുലേറ്റഡ് റിസ്ക് ആകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാത്തത് സക്കാത്തിന്റെ പ്രശ്നമല്ല, ആ വ്യക്തിയുടെ പ്രശ്നം ആണ്. പിന്നെ സക്കാത്ത് സിസ്റ്റത്തിനെതിരെ വരുന്ന ഒരു പ്രധാന ആരോപണം, ഒരു വ്യക്തിയെ സങ്കല്പിക്കുക, അദ്ദേഹത്തിന് 100 ഏക്കർ തെങ്ങും തോപ്പുണ്ട്, 100 ഏക്കർ കവുങ്ങും തോപ്പുണ്ട്. അപ്പൊ അതിന്ന് കുറെ അടക്കയും തേങ്ങയൊക്കെ ഉണ്ട്, അതിനൊന്നും സക്കാത്തില്ലല്ലോ. ചില നിർണിതമായ ചില സമ്പത്തുകൾ മാത്രമല്ലല്ലോ സക്കാത്ത് വരുന്നത്. അപ്പോ അതൊരു അത്രത്തോളം ഫലവത്താണ് ഈ സക്കാത്ത് സിസ്റ്റം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഫിൽ മാലി ഹഖൻ സിവ സക്കാത്തി. കേവലം സക്കാത്ത് മാത്രമല്ല ഒരു മുതലാളിയുടെ ബാധ്യത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തെ പരിചരിക്കാൻ, തജ്ഹീസുൽ മയ്യിത്ത് സംസ്കരണത്തിന് ആവശ്യമായ ചെലവിന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ വലിയനോ ഒന്നും സമ്പത്തില്ല, അതിന് മാത്രം സമ്പത്തില്ല, ബൈത്തുൽ മാൽ ഇല്ല എങ്കിൽ അവസാനം എത്തിപ്പെടുന്നത് ഫാല മയാസിരുൽ മുസ്ലിമീൻ,
അത് ഈ മുസ്ലിങ്ങളിലെ ആ നാട്ടിൽ പെട്ട മുസ്ലിങ്ങളിലെ സമ്പന്നർ നിർവഹിക്കേണ്ട ബാധ്യതയാണ്. അപ്പോൾ ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്പത്തില്ലാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ, വീടുണ്ടാക്കാൻ സമ്പത്തില്ലാത്ത വ്യക്തി ഉണ്ടെങ്കിൽ, അതൊക്കെ ഈ നാട്ടിലെ സമ്പന്നര് അവരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കല് അത് നിർബന്ധമാണെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പോ സക്കാത്തില് അവിടെ ചിലപ്പോ ചില വിഷയങ്ങളിൽ ചില സമ്പത്തിൽ സക്കാത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇവിടെ എപ്പോഴും പാവപ്പെട്ടവർ ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ നിറവേറാതെ വിഷമിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന് നിഷ്കർഷതയുണ്ട്. അതുകൊണ്ടാണ് മയാസീറുൽ മുസ്ലിം എന്നുള്ള ഒരു പോസ്റ്റ് എപ്പോഴും അവസാനം അവിടേക്കാണ് ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളൊക്കെ എത്തിച്ചേരുക. അപ്പൊ ആ ഒരു പഴുത് വെച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നത് ന്യായമല്ല എന്നാണ് വരുന്നത്. പണത്തിന്റെ സക്കാത്തിനെ കുറിച്ച് മറ്റു ചിലരൊക്കെ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. നമുക്ക് ഒരാള് ക്യാഷ് തിരിച്ച് കടം തരാണ്ട്, അതായത് നമ്മൾ അയാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തിരുന്നു, ഇപ്പൊ നമുക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളോട് നമുക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ എനിക്ക് ക്യാഷ് തരാണ്ടല്ലോ, തിരിച്ച് കടം തരാണ്ടല്ലോ, കടം തിരിച്ചു തരാനുണ്ടല്ലോ, അത് നിങ്ങൾ തരണ്ട, ഞാൻ തരാനുള്ള സക്കാത്തിന്റെ ക്യാഷ് അതിൽ കൂട്ടിക്കോളി എന്ന് പറയാൻ പറ്റുമോ എന്ന്? അത് പറ്റൂല. സക്കാത്തിന്റെ കാശ് നമ്മൾ സക്കാത്തിന്റെ ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ അയാൾക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണം ഒരു 50,000 കൊടുക്കുക, അപ്പൊ അയാളോട് പറയാ ഈ 50,000 ഉപയോഗിച്ചാണ് നിർബന്ധമായിട്ട് എൻ്റെ കടം വീട്ടിക്കൊള്ളണം എന്ന് പറയാനൊന്നും നമുക്ക് അർഹതല്ല. അത് അയാളുടെ ഇഷ്ടപ്രകാരം അയാൾക്ക് ചെലവഴിക്കാം. പക്ഷെ കിട്ടുന്ന ആൾ അയാളുടെ മാന്യതയും അയാളുടെ ദീനൊക്കെ വെച്ച് നോക്കുമ്പോൾ കടം വീട്ടാണ് വേണ്ടത്, അത് വേറെ വിഷയം. പക്ഷെ നമുക്ക് കടം ഈ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് നിർബന്ധിക്കാൻ അർഹതയില്ല. ധാരണയിലെത്തുന്ന കുഴപ്പമില്ല. അപ്പോൾ അയാളോട് പറയാ, നിങ്ങൾ എനിക്ക് 2 ലക്ഷം റുപ്യ തിരിച്ചു തരാനല്ലേ, ഞാൻ 50,000 സക്കാത്ത് ക്യാഷിൻ്റെ അടുത്തുണ്ട്, അത് നിങ്ങൾക്ക് തരാം, അത് എനിക്ക് തന്നെ എൻ്റെ കടത്തിൻ്റെ ആയിട്ട് തന്നെ തിരിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെ പറ്റും. ഇനി ചില ആളുകൾ ഇതിനും സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്, അത് മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവരിക. പല വഴികളുണ്ട്, അതിൽ സിമ്പിളായിട്ടുള്ളൊരു വഴിയെ പറയാം. ഇയാളോട് പറയാം, നിങ്ങൾ എനിക്ക് 2 ലക്ഷം രൂപ തരാനുണ്ടല്ലോ, എൻ്റെ അടുത്ത് 1 ലക്ഷം സക്കാത്തിൻ്റെ ക്യാഷ് ഉണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്, എൻ്റെ സക്കാത്ത് എനിക്ക് തരാനുള്ള പൈസ അത് നിങ്ങൾ ഇയാളെടുത്ത് ഏൽപ്പിക്കണം. അപ്പൊ അയാൾ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അയാളടുത്തുള്ള ക്യാഷ് ആയിട്ട് വരും. കാരണം എന്നിട്ട് ഈ മൂന്നാമത്തെ ആളെ ഏൽപ്പിക്കും, ഹവാല ഇടപാട് ആക്കിയാൽ മതി. അങ്ങനെ ഇയാളടുത്ത് 2 ലക്ഷം കൊടുത്ത് ഇയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള കടം, അങ്ങനെ കടം വീട്ടും ചെയ്ത് മൂന്നാമനിലൂടെ കടം വീട്ടി. അല്ലെങ്കിൽ നേരിട്ട് തന്നെ കടം വീട്ടിയാൽ മതി. എന്നിട്ട് സക്കാത്തിന്റെ ക്യാഷ് കൊടുക്കുക. അതായത് നമ്മൾ ചിന്തിക്കുക, സക്കാത്തിന്റെ ക്യാഷായിട്ട് കൊടുത്തിട്ട് അത് വാങ്ങാൻ കിട്ടുമോ, അത് പിന്നെ കടമായിട്ട് കിട്ടുമെന്നാ. അങ്ങനെ ചിന്തിക്കാതെ എങ്ങനെ ചിന്തിച്ചാൽ മതി, കടം കൊണ്ട് വീട്ടുക. അതിപ്പോ നീ കടമായിട്ട് വാങ്ങിക്കോ, അല്ലെങ്കിൽ വേറെ എവിടുന്നോ എങ്ങനെയെങ്കിലും നിന്റെ ക്യാഷ് എടുത്തോ, സാധനങ്ങൾ വിറ്റോ, എന്നിട്ട് എൻ്റെ ക്യാഷ് വീട്ടുക. അപ്പോൾ അത്ര തന്നെ ക്യാഷ് ഞാൻ സക്കാത്തിൻ്റെത് എനിക്ക് തരാനുള്ളത് നിനക്കാണ് തരും. അങ്ങനെ ആക്കുമ്പോൾ പ്രശ്നമില്ല. ഇങ്ങനെ നമുക്ക് അതിൽ സമീപിക്കാവുന്നതാണ്. പിന്നീട് വരുന്നൊരു ചർച്ച എന്ന് പറയുന്നത് സക്കാത്ത് കമ്മിറ്റികളാണ്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ വിശിഷ്യ ജമാഅത്തെ ഇസ്ലാമിയാണ് ആ സിസ്റ്റം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പ്രശ്നം എന്നുള്ളത്, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അവർ കച്ചവടക്കാരോട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയില്ല. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് അഫ്ദലായ രൂപം, ഷാഫി മദ്ഹബില് അഫ്ദലായ രൂപം എന്ന് പറയുന്നത്, ആ വ്യക്തി ആരാണോ സക്കാത്ത് നിർബന്ധമായ വ്യക്തി ആരാണോ ആ വ്യക്തി തൻ്റെ സക്കാത്തിന്റെ വിഹിതം അവകാശിക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. അപ്പൊ ആ അവകാശിയെ കണ്ടെത്താൻ വേണ്ടി നമുക്കൊരു സംഘടന വേണമെങ്കിൽ രൂപീകരിക്കാം. ഈ നാട്ടിൽ എത്ര അവകാശികളുണ്ട് എന്നറിയാൻ ഒരു സംഘം കൂടി, യുവാക്കൾ കൂടി അങ്ങനെ അന്വേഷിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് വേണമെങ്കിൽ ഈ വ്യക്തിയെ ഏൽപ്പിക്കാം. അങ്ങനെ ഈ വ്യക്തിക്ക് സുഖമായി അവകാശികൾക്ക് നൽകാം. അതാണ് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള. അതിപ്പോ നമ്മുടെ നാട്ടിലുള്ള സാമൂഹിക പ്രവർത്തകർക്കൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പൊ SOS പ്രവർത്തകർ, പ്രത്യേകിച്ചും സാന്ത്വനത്തിന്റെ ആളുകള്, അതുപോലെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, മഹല്ല് കമ്മിറ്റിയുടെ ആളുകള്, അവർക്കൊക്കെ ഏകദേശം അറിയാം ഈ നാട്ടിൽ ആരൊക്കെയാണ് സാധുക്കളുള്ളത്, പാവങ്ങളുള്ളത്, ആരൊക്കെയാണ് സക്കാത്തിന്റെ അവകാശികൾ എന്ന്. അതൊന്ന് ലിസ്റ്റാക്കിയിട്ട് ആ നാട്ടിലെ കച്ചവടക്കാർക്കും ധനികർക്കൊക്കെ കൈമാറിയാൽ അവർക്ക് തന്നെ നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയും. പലപ്പോഴും
ഇവർക്ക് അറിയൂല, നാട്ടിലെ അവസ്ഥ അറിയൂല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോ നല്ല പണക്കാരനായ ഒരാള് അദ്ദേഹം ഒരു ഉസ്താദിനോട് ഒരിക്കൽ പറഞ്ഞു, ഞാനിപ്പോ പുറത്തിറങ്ങുകയല്ല, പുറത്തിറങ്ങിയാൻ മടിയാണ്, ക്യാഷില്ല കയ്യില്, രോഗത്തിന് ചികിത്സിച്ച് ക്യാഷൊക്കെ കഴിഞ്ഞു പോയി. അപ്പോ നിങ്ങൾ എവിടുന്നെങ്കിലും സക്കാത്ത് ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ പറയണമെന്ന്. അപ്പൊ ഇത്തരം അവസ്ഥകളൊക്കെ അറിയുന്ന കമ്മിറ്റിക്കാരും മറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ അവരിങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ രൂപമല്ല അത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ വക്കാലത്തിന്റെ നിബന്ധനകൾ എല്ലാം മേളിക്കുന്നുണ്ടോ എന്നൊരു ചർച്ചയാണ്. വക്കാലത്ത് വക്കീല് ഒരു നിശ്ചിത വ്യക്തി ആയിരിക്കണം, അയ്യൻ ആയിരിക്കണം. അപ്പൊ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു എഴുത്തുകാര് ഒരു സംഘമാണല്ലോ, ഒരുപാട് ആളുകൾ ചേർന്ന സംഘം. അപ്പൊ നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പലരും അത് അയച്ചു കൊടുക്കുക, ഈ പൈസ, സംഘത്തിന്റെ പണം. അപ്പൊ ആരാണ് ഇതിന്റെ കമ്പനി പ്രസിഡന്റ്, സെക്രട്ടറി എന്നോ ആരൊന്നും അറിയാതെ ആയിരിക്കും. ഇനിയിപ്പോ ഇത് ആർക്കാണ് നൽകുന്നത്, അങ്ങനെ ആൾക്കാർ അറിഞ്ഞാൽ പോലും ഇത് ആർക്കാണ് നൽകുന്നത് എന്നുപോലും അറിയില്ല. പിന്നെ കാലത്തിന്റെ ഒരു പല നിബന്ധനകളും ഇവിടെ മേളിക്കാതെ വരുന്നത് കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സക്കാത്ത് കമ്മിറ്റികളിൽ നിന്നൊക്കെ മാറി അപ്പോൾ സക്കാത്ത് കാര്യക്ഷമമാവുകയില്ലല്ലോ എന്ന ചോദ്യത്തിനാണ് നമ്മൾ ആദ്യം മറുപടി പറഞ്ഞത്. അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. ആ വിവരങ്ങൾ ഈ പണക്കാരന് കൈമാറാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സക്കാത്ത് ലഭ്യമാക്കാവുന്നതാണ്. ചെറിയ സമയം കൊണ്ട് സക്കാത്തിനെ കുറിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. സക്കാത്ത് എന്നത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ ദീനിന്റെ 5 പ്രധാന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ. അതുകൊണ്ട് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തീർക്കുക എന്നത് അസാധ്യമാണ്. ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ആധികാരികമായ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലായിട്ട് സ്വീകരിക്കട്ടെ. ഇതിന്റെ പ്രതിഫലം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഇത് കാരണമായിട്ട് ആഖിറത്തിൽ വലിയ സുഹൃതങ്ങൾ ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ ഉസ്താദുമാര്, മാതാപിതാക്കള്, ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.